കൂട്ടുകാരെ, ഇന്നത്തെ കഥയുടെ പേരാണ് ബുദ്ധിമാനായ നായ്ക്കുട്ടി. ദൂരെ ദൂരെ ഒരു കാടിനടുത്ത് ഒരു കാവൽ മാടം ഉണ്ടായിരുന്നു. ഒരു നായ ഒരു ദിവസം ആ കാവൽ മാടത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു ചെന്നായ അപ്പോൾ ആ വഴി വന്നു. നായയെ കണ്ടപ്പോൾ ചെന്നായക്കൊരു മോഹം, ഇവനെ അങ്ങ് പിടിച്ച് തിന്നാലോ. ചെന്നായ നായയെ ആക്രമിക്കാൻ ഒരുങ്ങി. ബുദ്ധിമാനായ നായ ആദ്യം പകച്ചുവെങ്കിലും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ചെന്നായെ, താങ്കൾ എന്നെ തിന്നുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്ന് നോക്കിക്കേ, ഇന്ന് ഞാൻ എത്ര മെലിഞ്ഞവനാണ്. ഈ കൃഷിസ്ഥലങ്ങളിലെല്ലാം അലഞ്ഞു നടന്ന് ഞാൻ ഈയിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്റെ ദേഹത്തിൽ മാംസം തീരെ കുറഞ്ഞിരിക്കുന്നു. എല്ലുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ യജമാനന്റെ വീട്ടിൽ അടുത്ത് തന്നെ ഒരു വിവാഹമുണ്ട്. ഇനി ഒരു മാസത്തേക്ക് വീട്ടിൽ എന്നും മത്സ്യമാംസാദികൾ കൊണ്ട് സദ്യയുണ്ടാകും. അതിൽ നിന്ന് നല്ല ഒരു ഓഹരി എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ തടിച്ചു കൊഴുത്തു വരും. അപ്പോൾ താങ്കൾക്ക് എന്നെ കൊന്ന് രുചികരമായ ധാരാളം മാംസം ഭക്ഷിക്കാമല്ലോ. ഇപ്പോൾ എന്നെ തിന്നാൽ താങ്കളുടെ തൊണ്ടയിൽ എന്റെ എല്ല് കുത്തിയെന്നേ വരൂ. ദയവായി അല്പം കാത്തിരിക്കുക. ചെന്നായ നായയുടെ വാക്കുകൾ വിശ്വസിച്ചു. ഒരു മാസം കഴിഞ്ഞാൽ തടിച്ചു കൊഴുത്ത നായയെ തനിക്ക് തിന്നാം. അതിനാൽ ഈ മെലിഞ്ഞ നായയെ ഇപ്പോൾ വേണ്ടെന്ന് വെക്കുക തന്നെ അവൻ തീർച്ചയാക്കി. ചെന്നായ നായയെ ഉപദ്രവിക്കാതെ വിട്ടു. അങ്ങനെ ഒരു സൂത്രം കൊണ്ട് നായയ്ക്ക് തൽക്കാലം രക്ഷ കിട്ടി. ഒരു മാസം കഴിഞ്ഞു. ചെന്നായ വീണ്ടും നമ്മുടെ നായയെ തേടിയെത്തി. അപ്പോൾ നായ കാവൽ മാടത്തിന് മുകളിൽ കയറി കിടക്കുകയായിരുന്നു. ചെന്നായ താഴെ വന്നു നിന്നു. അവൻ നായയെ വിളിച്ചു, നിനക്ക് തടിയനാകാൻ വേണ്ടത്ര സമയം ഇപ്പോൾ കിട്ടിക്കാണുമല്ലോ. ഇനി താഴേക്ക് വാ, എനിക്ക് നല്ലൊരു ഭക്ഷണം ഇപ്പോൾ ആവശ്യമാണ്. നായ മറുപടി പറഞ്ഞു, ചെന്നായെ, എനിക്ക് അന്നൊരു തെറ്റു പറ്റിയതാണ്. ഞാൻ മുകളിൽ കിടക്കാതെ താഴെ കിടന്നുറങ്ങിയത് കൊണ്ടല്ലേ നീ എന്നെ പിടിക്കാൻ വന്നത്. ഇനി ഞാൻ അങ്ങനെ താഴെ കിടന്നുറങ്ങുകയില്ല. എന്നെങ്കിലും ഇനി അങ്ങനെ ഞാൻ ഉറങ്ങുന്നത് കണ്ടാൽ നിനക്ക് എന്നെ പിടികൂടി ഭക്ഷിക്കാം. യജമാനന്റെ വീട്ടിൽ കല്യാണമൊന്നുമില്ല. ഞാൻ അന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നുണ പറഞ്ഞതാണ്. നീ ഇനി വേറെ ഇര തേടി പോയിക്കോളൂ. ഇതു കേട്ട് ചെന്നായ ഇളുക്കനായി മടങ്ങിപ്പോയി. നായ രക്ഷപ്പെടുകയും ചെയ്തു. കൂട്ടുകാരെ, തെറ്റുകൾ തിരുത്താം. തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം. ബുദ്ധിയാണ് ജീവിതത്തിന്റെ വിജയം. കഥ ഇഷ്ടമായ കൂട്ടുകാർക്ക്